ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷംസൂസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ബക്കറ്റ് ചിക്കനാണ്. ബക്കറ്റ് ചിക്കൻ നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാൻ 2 കിലോ ഉള്ള ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് ലെയർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എല്ലാ ഭാഗത്തും ഓരോ ലെയർ നമുക്ക് മസാല പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലെയറുകളെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാ ഭാഗത്തും ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ട് തന്നെ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിത് ഏകദേശം 3 ടേബിൾ സ്പൂണാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി കൂടുതലായിട്ട് ഇടണ്ട, കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇടുന്നത് കുരുമുളകാണ്. കുരുമുളക് പൊടി ഏകദേശം 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയാണ്. നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉദ്ദേശിച്ചത് മുളക്, അതുപോലെ തന്നെ ചീരുള്ളി, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി. ഇത് 3 മിക്സ് ചെയ്തിട്ടുള്ള മിക്സിംഗ് ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഞാൻ 2 ടീസ്പൂൺ ഉപ്പാണ് എടുത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടി ചെറുനാരങ്ങ നീരാണ്. ചെറുനാരങ്ങ നീര് ഞാൻ ഒരു വലിയ ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ പിഴിഞ്ഞു കൊടുക്കുക. നല്ല നീരുള്ള ചെറുനാരങ്ങയാണ്, അതുകൊണ്ട് ഏകദേശം 1 തന്നെ നമുക്ക് ആവശ്യമുണ്ടാവുള്ളൂ. ഇനി നമുക്കിത് മസാല ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മസാല നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലെയറിലും നല്ല രീതിയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യണം. മസാല ഇല്ലാത്ത ഒരു സ്ഥലം ഉണ്ടാവരുത്. അപ്പോൾ എല്ലാ ലെയറിലും മസാലയുടെ എല്ലാ പീസിലും എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ മസാല എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. മസാലയൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് മല്ലിച്ചപ്പും പുതിനയാണ്. ഇത് നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് കുറച്ച് എടുത്ത് വെക്കാം. കാരണം എന്താ വെച്ചാൽ നല്ല സ്മെല്ലിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള വടിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ഒരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കമ്പി നമ്മുടെ ബക്കറ്റ് പോകുന്ന രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം, കമ്പി നല്ല രീതിയിൽ താഴ്ത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് കമ്പി കുറച്ച് കട്ടിയുള്ളത് മാത്രമല്ല, നമുക്ക് മണ്ണ് ഭയങ്കര കട്ടിയുള്ളതായതുകൊണ്ട് കമ്പി നല്ല രീതിയിൽ താവുന്നില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് നല്ല രീതിയിൽ അടിക്കാൻ പറ്റിയത്. എന്നിട്ടും മാക്സിമം നമ്മൾ അടിച്ചിട്ടും ഇത് താഴോട്ട് പോകുന്നില്ല. പിന്നെ ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് കുറച്ച് മണ്ണ് മുകളിലിട്ട്, കുറച്ച് കല്ലും മണ്ണൊക്കെ ഇട്ട് മുകളിലിട്ട് ആ ബക്കറ്റ് പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമുക്കിതിൻ്റെ സൈഡിൽ രണ്ടും മണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ചിക്കനിൽ മണ്ണ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് വാഴൻ്റെ ഇലയാണ് നമ്മൾ വെക്കുന്നത്. 2 വാഴയുടെ ഇല അപ്പുറത്തും ഇപ്പുറത്തും വെച്ചൊന്ന് ശരിയാക്കി വെക്കുക. ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ നമുക്ക് തറച്ചിരിക്കുന്ന കമ്പിയിൽ നമുക്ക് കൊളുത്തി ചെയ്യാം.
നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു തകരത്തിൻ്റെ ഒരു ടിന്നാണ്, ഓയിൽ ടിന്നാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബക്കറ്റ് ഇല്ലാത്തവർക്ക് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. പല വീഡിയോയിലും നമ്മളിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് താൽക്കാലികം നമ്മൾ വെച്ച് നോക്കുകയാണ്, എത്രത്തോളം നമുക്ക് കമ്പനി താഴ്ത്തണോ അതോ ചിക്കൻ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ നോക്കുകയാണ്. മുകളിലൊരു കല്ലൊക്കെ വെച്ച് ക്ലിയർ ആണെന്ന് നോക്കുകയാണ്. ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലായിട്ട് തീ കയറാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എയർ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ താഴേക്ക് നല്ല രീതിയിൽ എയർ കയറാൻ പറ്റുന്ന ഹോൾസ് ഉണ്ട്. അപ്പോൾ ഹോൾസൊക്കെ നമുക്ക് നല്ല രീതിയിൽ അടക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ചിക്കൻ്റെ 2 കാലും നമ്മളൊന്ന് കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ വേക്കുന്ന സമയത്ത് അത് വിടർന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെമ്പിൻ്റെ കമ്പി വെച്ചിട്ട് ഒരു കമ്പി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കെട്ടിയിടാം. നമുക്കറിയാം 1-2 സ്ഥലത്ത് എയർ കിടക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ നമുക്കിത് മണ്ണിട്ട് നമുക്ക് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് ഇനി ഒന്നും കിടക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ മണ്ണിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വിറകാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആദ്യം യൂസ് ചെയ്യുന്നത് ഓലക്കൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓലക്കൊടി, അതിന് മുകളിൽ കുറച്ച് വിറക് മാത്രമാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത്. ഏകദേശം 15 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് നോക്കണം എത്രത്തോളം വെന്തുന്നുള്ളത്. അപ്പോൾ നമുക്ക് വേവിലേക്ക് വീണ്ടും ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം 15 മിനിറ്റാണ്. ഇപ്പോൾ എല്ലാ വീഡിയോയിലും ചെയ്തിട്ടുള്ളത് 15 മിനിറ്റ് കൊണ്ടാവുമെന്നാണ് പറഞ്ഞത്. നമുക്കത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ എടുത്തിട്ട് നോക്കണം ഇത് വെന്തിട്ടുണ്ടോ, എത്രത്തോളം നമുക്കിത് വേവ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ശരിക്കും ഇതിൻ്റെ ഉൾഭാഗം ശരിക്കും വെന്തിട്ടില്ല. പുറം ഭാഗം നമുക്ക് വേവ് തോന്നുന്നുണ്ടെങ്കിലും ഉൾഭാഗം ശരിക്കും വെന്തിട്ടില്ല. അപ്പോൾ 15 മിനിറ്റോടെ ഒരിക്കലും വേവില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യാണ്, വിറക് വെച്ച് ഒന്നും കൂടി നമുക്കൊന്ന് വേവിച്ച് നോക്കാം. അപ്പോൾ ഇനിയൊരു 15 മിനിറ്റ് കൂടി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് തീ കൊടുത്ത് വേവിച്ച് നോക്കാം.
ഇപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എത്രത്തോളം വെന്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും വേവ് എന്തായാലും ഉണ്ടാവും. കാരണം ഏകദേശം ഇപ്പോൾ ഒരു 30 മിനിറ്റോളം നമ്മൾ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഉള്ളെല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. കാണാൻ തന്നെ നമുക്കറിയാം, പുറം ഭാഗം കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ വേവായിട്ടുണ്ട്. സാധാരണ അൽഫാമൊക്കെ വേവിക്കുന്ന പോലെ തന്നെയാണ്. അൽഫാമൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ചിക്കനും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പുറം ഭാഗം കാണുന്നത്. പക്ഷെ ഉള്ളു വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ ഒരു പപ്പടക്കോല് പോലെ കോല് കൊണ്ട് കുത്തിയിട്ട് നമ്മൾ നോക്കണം ഉള്ളു വെന്തിട്ടുണ്ടോ. ഏകദേശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ഈ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക.